എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും ഒരിക്കൽ കൂടി എഞ്ചിൻ പോർട്ടലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വണ്ടിയെ പറ്റിയല്ല, പകരം പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് കൊണ്ടുവരികയാണ്. വ്ളോഗിങ്ങിന്, ഓട്ടോ വ്ളോഗിങ്ങിന് ഏത് ക്യാമറയാണ് താങ്കൾ ഉപയോഗിക്കുന്നതെന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ടായി. അതിൻ്റെ കോസ്റ്റ് എന്താണ്, ഗോപ്രോ ആണോ നല്ലത് അല്ലെങ്കിൽ ഗോപ്രോ ആണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് പലരും എന്നെ ഫേസ് ചെയ്തത്. അപ്പോൾ അതിനൊരു ഉത്തരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം ഞാൻ എൻ്റെ വ്ളോഗിങ് തുടങ്ങിയപ്പോൾ പല ക്യാമറകളും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ആവശ്യത്തിന് ചേരുന്ന ഒരു ക്യാമറ ഞാൻ കണ്ടുപിടിച്ചു. ആ ക്യാമറ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അൺബോക്സ് ചെയ്യുന്നത്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SjCam SJ6 Legend എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, ഇതിൻ്റെ പിന്നിലുള്ള റിസർച്ച് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിന് മുമ്പ് ജസ്റ്റ് ഈ ക്യാമറ എന്താണെന്നൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. SjCam എന്ന ചൈനീസ് കമ്പനിയുടെ ഒരു വളരെ നല്ല മോഡലാണ് SJ6 Legend എന്ന് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നമുക്ക് കാണാം. വാട്ടർ റെസിസ്റ്റൻറ്റ് to 30 മീറ്റർ, പിന്നെ 2 സ്ക്രീനുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. അതിൻ്റെ കൂടെ ഗൈറോ സ്റ്റെബിലൈസേഷൻ, ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമാണ് 24 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ 4K റെസൊല്യൂഷനിലുള്ള ഹൈ ഡെഫിനിഷൻ ക്യാമറയാണ് SjCam. അപ്പം ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു ക്വിക്ക് ഈ ക്യാമറയെ പറ്റി ഒന്ന്, ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് SJ6 Legend ക്യാം. ഫ്രണ്ടിലും ബാക്കിലുമായി 2 സ്ക്രീനുണ്ട്. ടച്ച് സ്ക്രീനാണ്. 4K റെസൊല്യൂഷനിലുള്ള 24 ഫ്രെയിംസ് പെർ സെക്കൻഡിലുള്ള ക്യാമറയാണ്. ഇത് വൈഫൈ എനേബിൾഡ് ആണ്. വൈഫൈ എനേബിൾഡ് എന്ന് പറയുമ്പം ഡേറ്റ ട്രാൻസ്ഫറിന് നമുക്ക് വൈഫൈ ഉപയോഗിച്ച് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. കാരണം ഇത് ഹൈ ഡേറ്റ ബിറ്റ് റേറ്റ് ഉള്ള ഇമേജസും വീഡിയോസും ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ അത് നമുക്കൊരു നോർമൽ സിനാരിയോയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാവും. ഇതിനകത്ത് വരുന്ന ആക്സസറീസ് ഇവയൊക്കെയാണ്. മൗണ്ടുകൾ, വിവിധ തരത്തിലുള്ള ഷോർട്ട് മൗണ്ട്, പിന്നെ ക്യാമറ മൗണ്ടുകൾ, അതിനുവേണ്ട 3M ടേപ്സ്, ബൈസൈക്കിൾ മൗണ്ട്, പിന്നെ കേസിങ്, ടച്ച് സ്ക്രീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് പാനൽ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 16 മെഗാ പിക്സൽ പാനസോണിക്കിൻ്റെ സെൻസറാണ് ഉപയോഗിക്കുന്നത്. വൈഡ് ആംഗിൾ ലെൻസാണ്. അപ്പം ഷൂട്ടിങ്ങിന് ഏറ്റവും നല്ല ഒരു സാധനമാണ് വൈഡ് ആംഗിൾ ലെൻസ് എന്ന് പറയുന്നത്. വിവിധ ഫോമാറ്റ്സിൽ ഇമേജ് നമുക്ക് സ്റ്റോർ ചെയ്യാം. MP4, MOV എന്നീ ഫോമാറ്റ്സിൽ. പിന്നെ 16 മെഗാ പിക്സലിലും 14 മെഗാ പിക്സലും 12 മെഗാ പിക്സലും ഒക്കെ റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ എടുക്കാം. ബാറ്ററി എന്ന് പറയുന്നത് 1000 mAh റിമൂവബിൾ ബാറ്ററിയാണ്. 128 GB മൈക്രോ SD കാർഡ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഫോണിനുള്ളത്. വളരെ ഒരു സ്ലിം ബോഡി ഡിസൈൻഡ് ഫോണാണിത്, ക്യാമറയാണിത്. അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഇതൊന്ന് തുറന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ആ ചെറിയ മഹാസംഭവം, SjCam SJ6 Legend.
ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇപ്പം നമുക്ക് ഇതിനൊപ്പം ഒരു ബൈസൈക്കിൾ മൗണ്ട് വരുന്നുണ്ട്, ഹാൻഡിൽ പിടിപ്പിച്ചുകൊണ്ട് പോകാൻ. പക്ഷേ ഇതിപ്പം എനിക്ക് ആവശ്യമുള്ള ഒരു വസ്തുവല്ല. ഇതിൻ്റെ കേസിങ്, മൗണ്ട് ചെയ്യാനുള്ള കേസിങ് ഉണ്ട്. ബ്രാക്കറ്റുകൾ ഉണ്ട്, അതിൻ്റെ കൂടെ ഉള്ള 3M ടേപ്സ് ഉണ്ട്. പിന്നെ ബോൾട്ടുകൾ, ചെറിയ ബോൾട്ടുകൾ, ക്ലാമ്പ് ചെയ്യാനുള്ള ബോൾട്ടുകളുണ്ട്. പൊസിഷൻ ബോൾസ് ഉണ്ട്. ഇതെല്ലാം തന്നെയാണ്. വീണ്ടും ഒരു സെറ്റ് ക്ലാംപ്സ് കൂടെ ഉണ്ട്. ഡേറ്റ ട്രാൻസ്ഫറിനുള്ള കേബിൾ, ഇതാണ് ടച്ച് സ്ക്രീൻ പാനൽ പുറകിലുള്ളത്. ലെൻസ് കവർ, SjCam സ്റ്റിക്കേഴ്സ്, വൈപ്പ്, ലെൻസ് വൈപ്പ്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ക്യാമറയുടെ പ്രത്യേകതകൾ ഒന്ന് നോക്കാം. ഞാനിതൊന്ന് കേസിങ്, വാട്ടർ പ്രൂഫ് കേസിങ്ങിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഓക്കെ, ഞാൻ തുറന്നു. ഇതാണ് ഒരു ടൈറ്റ് വാട്ടർ പ്രൂഫ് കേസിങ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് സ്ലീക്ക് ആൻഡ് നീറ്റ് SjCam SJ6 Legend. ബട്ടൺസ് ഒക്കെ നോക്കാം. ഒരു പവർ ബട്ടൺ, ഒരു സെറ്റിംഗ്സ് ബട്ടൺ, ഫ്രണ്ടിലൊരു ചെറിയ സ്ക്രീൻ, പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ്, ലെൻസ്, USB, micro SD ആൻഡ് പവർ ബട്ടൺ. പുറകിൽ ടച്ച് സ്ക്രീൻ. ഞാനതൊന്ന് പവർ ഓൺ ചെയ്യാണ്. പക്ഷേ ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവില്ല. ഞാൻ ഞെക്കിയ ബട്ടൺ മാറിപ്പോയി. ഓക്കെ, കൂൾ. ഇതാണ് SJ6 Legend എന്ന് പറയുന്ന ക്യാമറ. അപ്പം ഞാൻ ഇത് എടുക്കാൻ കാരണമായത് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ക്വിക്കായിട്ട് പറയാം. അപ്പം ഞാൻ മോട്ടോ വ്ളോഗിങ് ചെയ്യുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് വേണ്ടിയിരുന്നത് കൈകൊണ്ട് നടക്കാവുന്ന ഒരു നല്ല ആക്ഷൻ ക്യാമറ, എനിക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ ക്യാമറ. അപ്പം GoPro നോക്കിയപ്പോൾ 35,000 രൂപയാണ് GoPro 7 ബ്ലാക്കിന് വില. അതെങ്കിലും എടുത്തെങ്കിലേ കാര്യമുള്ളൂ. അപ്പം പിന്നെ ഉള്ള ഓപ്ഷൻസ് എനിക്ക് അത്രയും ബഡ്ജറ്റ് എടുക്കാൻ ഒക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുറേ റിസർച്ച് ചെയ്തു. കാരണം എനിക്ക് 2-3 ആവശ്യങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആയിരുന്നു, 2 വൈഡ് ആംഗിൾ, 3 എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യുക, 4 അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ 4K റെസൊല്യൂഷനും കുറഞ്ഞ 24 to 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ക്യാപ്ചർ ചെയ്യാൻ ഒക്കുന്ന ഒരു ക്യാമറ. വൈഫൈ കണക്ടിവിറ്റി ഉണ്ടാവണം ഡേറ്റ ട്രാൻസ്ഫറിന്. പിന്നെ നല്ല ബാറ്ററി ബാക്കപ്പ്, അത്യാവശ്യം
ആക്സസറീസ് എല്ലാം ഉപയോഗിക്കാൻ ഒക്കുന്ന ഒരു ക്യാമറ. അപ്പം ഈ റിസർച്ചിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ SJ6 Legend ചൂസ് ചെയ്തത്. അപ്പം ഇതിനകത്ത് ഇപ്പം ഗൈറോ സ്റ്റെബിലൈസേഷനും 4K റെസൊല്യൂഷനും മോശമില്ലാത്ത ബാറ്ററി ബാക്കപ്പ്, ഒരു 1 hour 1.5 hour വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ബാറ്ററിയുമാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രത്യേകത നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഏതാണ്ട് 8200 രൂപയാണ് ഇതിൻ്റെ വില. ആക്സസറീസ് ഇപ്പോൾ നിങ്ങൾ കണ്ടു. അഡീഷണൽ ആക്സസറീസ് ആയിട്ട് ഞാൻ വാങ്ങിയത് ഒരു മൈക്രോ SD ക്ലാസ് 10 പിന്നെ USB കാർഡും അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ മൈക്ക് വാങ്ങാനുണ്ട്. കാരണം അതും കൂടെ ഉണ്ടെങ്കിൽ ഇതിലെ വോളിയം ക്യാപ്ചർ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ നോക്കാം. നമുക്ക് റെസൊല്യൂഷൻസ് സെലക്ട് ചെയ്യാം. ഇത്ര റെസൊല്യൂഷൻസ് ഉണ്ട്. 4K 2K 1080. സെറ്റിംഗ്സ് ആണ് ഗിംബൽ കൺട്രോൾ ഉൾപ്പെടെ ഉള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിനകത്ത് നമുക്ക് റെസൊല്യൂഷൻസ് സെലക്ട് ചെയ്യാൻ ഒക്കും. അതുപോലെ അതിൻ്റെ വിവിധ ഫോമാറ്റ്സ്, സ്റ്റെബിലൈസേഷൻ, ഓഡിയോ, വോളിയം കൺട്രോൾ, ഫോമാറ്റ് ഓഫ് വീഡിയോ, MP4 വേണോ എന്നൊക്കെയുള്ളത്. MP4 ഉണ്ട്, മൂവി ഉണ്ട്. ഇവിടെ മറ്റ് സെറ്റിംഗ്സും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നതാണ്. ഡിസ്പ്ലേയിൽ വീഡിയോ ടൈം, സ്റ്റാർട്ട് ടൈം, എൻഡ് ടൈം, ബാറ്ററി, ഡിസ്പ്ലേ, റെസൊല്യൂഷൻ, സ്റ്റാർട്ട് ബട്ടൺ. ഇവിടെയാണ് പവർ ബട്ടണും പിന്നെ സെറ്റിംഗ്സ് ബട്ടണും ഉള്ളത്. ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. മോഡിലുള്ളത് സ്റ്റാർട്ട് സ്റ്റോപ്പാണ്. ഇവിടെ USB കാർഡും USB കണക്ടറും അതുപോലെ തന്നെ എക്സ്റ്റേണൽ മൈക്കും ഇവിടെ ആവും കണക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ USB കാർഡ് ഇടാത്തതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ ഇപ്പം ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ, എൻ്റെ അടുത്ത വീഡിയോകൾ ഈ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിൻ്റെ ഒരു അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഈ ക്യാമറയുടെ പെർഫോമൻസ് നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. ഒരു ചെറിയ പ്രോബ്ലം ഇപ്പം ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. നമ്മൾ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല, പക്ഷെ എന്നിട്ട് പോലും ചൂടാവുന്നുണ്ട്. അത് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് SjCam SJ6 Legend എന്ന് പറയുന്ന ആക്ഷൻ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളോട് പറയാം. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു ക്യാമറ ആയിട്ടാണ് ഇതിനെ പലരും റിവ്യൂ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ മൈക്ക്, 4K, വൈഫൈ, സ്റ്റെബിലൈസേഷൻ, പിന്നെ അതുപോലെ ഡ്യുവൽ സ്ക്രീൻ, ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു അഫോർഡബിൾ ക്യാമറ എന്ന നിലയിലാണ് SJ6 അറിയപ്പെടുന്നത്. ഒരു 1.5 വർഷത്തിന് മേളിലായി ഇത് ഇറങ്ങിയിട്ടുണ്ട്. 2017 അവസാനത്തോളം ഇറങ്ങിയതാണ്. അപ്പം GoProയ്ക്ക് പകരം ആരെങ്കിലും എന്തെങ്കിലും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്ന ക്യാമറയാണ്. അപ്പോൾ ഇതിന് കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അറിയിപ്പുകൾ ഉണ്ടാകുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. സൈനിങ് ഓഫ്. ബൈ.